ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തു. കൊല്ലം സ്വദേശിനിയായിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് മാനേജർ സജീവനെതിരെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തത്. കോട്ടയം പൊൻകുന്നം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരും മൊഴികൾ നൽകിയിരുന്നു. പക്ഷേ ഈ മൊഴികൾ ഒക്കെ വിശദമായി പരിശോധിച്ച ശേഷം അതിൽ ആരെങ്കിലും പരാതിക്കാരുണ്ടെങ്കിൽ തുടർ നടപടി എടുക്കുമെന്നായിരുന്നു സർക്കാർ നിലപാട്. ആദ്യഘട്ടത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ അതിലെ റിപ്പോർട്ടുകൾ പരിഗണിച്ചുകൊണ്ട് കേസെടുക്കണം എന്നൊക്കെ പൊതുസമൂഹത്തിൽ നിന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ ആവശ്യം ഉയർന്നിരുന്നു. പക്ഷേ പരാതി വേണം എന്നുള്ളതായിരുന്നു സർക്കാർ നിലപാട്. എന്തായാലും SIT രൂപീകരിച്ച് ഹേമ കമ്മിറ്റിയിലെ അടക്കം വിവിധ മൊഴികൾ പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് കൊല്ലം സ്വദേശിനിയായ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ആദ്യമായി പരാതി നൽകുന്നത്. പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2013-14 കാലയളവിൽ താൻ ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കൊല്ലം സ്വദേശിനി മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് മാനേജറായ കൊരട്ടി സ്വദേശി സജീവനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ പൊൻകുന്നം പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരാഴ്ച മുൻപാണ്, ഈ മാസം 21-നാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇതെല്ലാം പരിശോധിക്കുന്നത് SIT ആണ്. അതുകൊണ്ട് തന്നെ SIT ആയിരിക്കും ഈ കേസിൽ തുടർ അന്വേഷണം സ്വീകരിക്കുക. IPC 354 പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അക്കാലമായതുകൊണ്ട് തന്നെ ഈ ഭാരതീയ ന്യായ സംഹിത വരുന്നതിന് മുൻപുള്ള കാലയളവായതുകൊണ്ട് തന്നെ IPC പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും തുടർ നടപടികൾ ഇനി പൊൻകുന്നം പോലീസ് ആയിരിക്കില്ല രേഖപ്പെടുത്തുക, അത് SIT ആയിരിക്കും, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആയിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക.